കഴിഞ്ഞ 9.5 വർഷക്കാലമായിട്ട് കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷ സർക്കാരാണ്. CPM നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ മുന്നണിയാണ് കേരളം ഭരിക്കുന്നത്. 2 ടേമിലായിട്ട് മുഖ്യമന്ത്രിയായിട്ടുള്ളത് പിണറായി വിജയനാണ്. അതേ പിണറായി വിജയൻ ഇനി 3ാമതും മുഖ്യമന്ത്രി ആവണം എന്നുള്ള അതിയായിട്ടുള്ള ആഗ്രഹമുണ്ട്. ഒരു ഹാട്രിക് അടിക്കണം എന്നുള്ള ആഗ്രഹം പിണറായി വിജയന് സ്വാഭാവികമായിട്ട് ഉണ്ടാകും. പക്ഷേ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് അതുപോലുള്ള ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ വന്നപ്പോഴും CPM അമ്പേ പരാജയപ്പെട്ട് വല്ലാത്ത പരാജയത്തിലാണ് CPM പോകുന്നത്. അപ്പോൾ ജയിക്കാനുള്ള മാർഗം വികസനം പറഞ്ഞ് ജയിക്കാൻ പറ്റുന്നില്ല. എന്തെങ്കിലും ജനങ്ങൾക്ക് ജനോപകാരപ്രദമായിട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് വിജയിക്കാൻ പറ്റുന്നില്ല. ആകെ പറയാനുള്ളത് ഒരു പെൻഷൻ കൊടുത്തതും കിറ്റ് കൊടുത്തതും ഒക്കെയാണ്. ഇതൊക്കെ ജനങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. ഏതൊരു സർക്കാരും ചെയ്യേണ്ട കാര്യങ്ങളാണ്. 10 വർഷമായിട്ട് ഞങ്ങൾ ഇത്രയൊക്കെ തന്നില്ല എന്നൊക്കെ പറയാൻ മാത്രമൊന്നും വികസിപ്പിച്ചിട്ടൊന്നുമില്ല. പെൻഷനാണെന്നുണ്ടെങ്കിലും മറ്റുള്ള കാര്യങ്ങളാണെങ്കിലും എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും എടുത്തു പറയാൻ പറ്റിയൊരു നേട്ടവും ഈ ഒരു ഭരണം കൊണ്ട് ഉണ്ടായിട്ടില്ല. ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗുണമുണ്ടെന്ന് ജനങ്ങൾക്കും തോന്നിയിട്ടില്ല. അത്രമാത്രം മുന്തിയ ഒരു ഭരണം CPMന് കാഴ്ചവെക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പരാജയത്തിന്റെ പടുകുഴിയിലേക്കാണ് പോകുന്നത്. അത് മാത്രമല്ല, കള്ളന്മാരും കൊള്ളക്കാരുമായിട്ടുള്ള ആളുകളാണ് ഭരണകൂടത്തിലുള്ളത്. ഷെഡ്ഡി മാറ്റി വെച്ച ആളുകൾ വരെ ഉണ്ട്. അതുപോലെ തന്നെ ശബരിമലയിൽ സ്വർണം കട്ട് പോറ്റിയെ കേട്ടി എന്നുള്ള പാട്ട് നമ്മൾ കണ്ടതാണ്. ഒരു പാട്ട് ഒരു പാർട്ടിനെയും ഒരു പ്രസ്ഥാനത്തിനെയും ഒരു സർക്കാരിനെയൊക്കെ എത്രമാത്രം പരാജയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഒരു പാട്ടിന് പോലും പരാജയപ്പെടുത്താൻ പറ്റുന്ന ഒരു പാർട്ടിയായിട്ട് CPMഉം LDF ഒക്കെ അധപ്പതിച്ച് കഴിഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന് ഒരു വാർത്താ സമ്മേളനം നടത്തണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു സമയം കണക്കാക്കണം. എന്നിട്ട് 1 മണിക്കൂർ ആ സമയം കണക്കാക്കി വന്നിരുന്ന് ഒരുപാട് പേപ്പറുകളൊക്കെ എടുത്തു വെച്ച് ഓരോന്നായിട്ട് മറിച്ച് വായിക്കുകയാണ് ചെയ്യുക. അത്രമാത്രം അദ്ദേഹത്തിന് ഒന്നുമില്ല മനസ്സിൽ, എല്ലാം പേപ്പറിൽ പതിഞ്ഞിരിക്കണം. ആരെങ്കിലും എഴുതി കൊടുക്കുന്നതായിരിക്കാൻ മതിയാകും, അതിങ്ങനെ വായിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ ഈ ഒരു മുഖ്യമന്ത്രി ഇനി വിജയിക്കാൻ, ഈ ഒരു പ്രസ്ഥാനത്തിന്, ഈ ഒരു LDFന് ഇനി വിജയിക്കാനുള്ള ഒരു മാർഗം ആരായുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ ഒരു LDF പ്രസ്ഥാനം എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്? വിജയം വേണം, 3ാമതും അധികാരത്തിൽ വരണം. അതിനു വേണ്ടിയിട്ട് അവർ കണ്ടെത്തുന്ന മാർഗം UDFന്റെ നേതാക്കളെ ആക്രമിക്കുക എന്നുള്ളതാണ്. ഭരണത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് UDFന്റെ നേതാക്കളെ ആക്രമിച്ചിട്ട് അവരെ അങ്ങോട്ട് ഒതുക്കി കഴിഞ്ഞാൽ ഇനിയും അധികാരത്തിലേക്ക് വരാൻ പറ്റുന്നുള്ള ഒരു വൃഥാ ചിന്ത, അതാണ് ഇപ്പോൾ CPMനെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ LDFനെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് പുനർജനി വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഈ 9.5 വർഷക്കാലത്തിൽ CPM തന്നെയാണ് ഭരിച്ചിട്ടുള്ളത്. VD സതീശനെതിരിൽ എത്രയോ കേസുകൾ കൊണ്ടുവരാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇതാ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് VD സതീശന് നേരെ ഒരു കേസുമായിട്ട് വന്നിരിക്കുകയാണ്. പുനർജനി വിഷയം നിയമസഭയിൽ ഇനിയും വിജയിച്ച് കയറണം എന്നുണ്ടെങ്കിൽ, UDFനെ അസ്ഥിരപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ, UDFന്റെ നേതാക്കളെ ഓരോ കേസ് നൽകിയിട്ട് ഓരോ കേസിലൂടെ ആക്രമിച്ചിട്ട് അങ്ങനെ അവരെ ഒതുക്കിയിട്ട് മുന്നോട്ട് പോകാനേ CPMന് കഴിയുള്ളൂ, LDFന് കഴിയുള്ളൂ എന്നുള്ള ഒരു ബോധ്യത്തിൽ നിന്നാണ് ഈ പുനർജനിയും വരുന്നത്. ഇനി പുനർജനി പറഞ്ഞിട്ട് VD സതീശനെ അങ്ങോട്ട് ആക്രമിച്ചു കഴിഞ്ഞിട്ട് ഈ ലീഡർഷിപ്പിനെ അങ്ങോട്ട് ഇല്ലാതാക്കാമെന്നാണ് CPM വിചാരിക്കുന്നത് എങ്കിൽ അത് വെറും വിചാരങ്ങൾ മാത്രമാണ്. അതൊന്നും നടക്കാൻ പോകുന്നില്ല. VD സതീശൻ ആരാണ്, എന്താണ്, എങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മണ്ഡലവുമായിട്ടുള്ള പറവൂരുള്ള ആളുകൾക്കും അതുപോലെ തന്നെ കേരളത്തിലെ ജനങ്ങൾക്കും നന്നായിട്ട് അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കെട്ടുകഥകളുമായിട്ട് വന്നു കഴിഞ്ഞാൽ VD സതീശനെ ഒതുക്കാനോ UDFനെ പരാജയപ്പെടുത്താനോ CPMനും പിണറായി വിജയനും LDFനും ഒന്നും കഴിയില്ല എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. ഈ ഒരു VD സതീശന് പിണറായി വിജയനായിട്ടൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ അദ്ദേഹത്തോട് ഏത് സമയത്തും മാധ്യമങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റും. ചോദ്യങ്ങൾക്ക് വളരെ കൃത്യമായിട്ടുള്ള ഉത്തരങ്ങളാണ് അദ്ദേഹം നൽകുന്നതും. പിണറായി വിജയനെ ഇതേപോലെ മാധ്യമങ്ങളൊന്ന് സമയം നിശ്ചയിക്കാതെ പേപ്പറുകളില്ലാതെ ഒന്ന് സമീപിക്കട്ടെ, പറ്റൂല. പിണറായി വിജയന് പറ്റൂല. പിന്നെ പല്ല് കടിച്ചു പിടിക്കേണ്ടി വരും, മൈക്ക് തട്ടിപ്പറിക്കേണ്ടി വരും, ഇതൊക്കെ ചെയ്യേണ്ടി വരും. എന്നാൽ VD സതീശന് ഇതുപോലൊരു കേസ് VD സതീശനെതിരിൽ കൊണ്ടുവന്നപ്പോൾ പോലും VD സതീശൻ പ്രതികരിക്കുന്ന വാർത്താ മാധ്യമങ്ങൾക്ക് മുൻപിൽ സംസാരിക്കുന്നത് കണ്ടിട്ട്, ഇന്നത്തെ വാർത്താ സമ്മേളനം കണ്ടിട്ട് അതൊന്ന് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കണമെന്ന് എനിക്ക് തോന്നിപ്പോയി. ഇത്രയും ലാഘവത്തോടെ ഒരാൾക്ക് എങ്ങനെയാണ് സംസാരിക്കാൻ കഴിയുക? ഇതൊക്കെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഈ ഒരു വാർത്താ സമ്മേളനം കണ്ട ആളുകൾ ഇനി കാണണമെന്നില്ല. ഏകദേശം 10 മിനിറ്റ് 10.5 മിനിറ്റോളം ഉണ്ട്. അതുകൊണ്ട് കണ്ട ആളുകൾ ഇനി കാണണമെന്നില്ല. കാണാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്യാണ് ഈ ഒരു വാർത്താ സമ്മേളനം. ഇതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ നിരന്തരമായിട്ട് എല്ലാവരും ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനും എൻ്റെ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഈ ഒരു വാർത്താ സമ്മേളനം ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട്
ഇടുകയാണ്. താല്പര്യമുള്ള ആളുകൾ മാത്രം കണ്ടാൽ മതി. ഏതായിരുന്നാലും ഇതെൻ്റെ FBയിലും യൂട്യൂബിലും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആ വാർത്താ സമ്മേളനം ഒന്ന് കണ്ടു നോക്കാം. മനോഹരമായിട്ട് കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുന്ന വാർത്താ സമ്മേളനമാണ്. അത് നമുക്ക് കണ്ടു നോക്കാം. ഇതിനകത്ത് ഏറ്റവും രസകരമായ കാര്യം, ആദ്യം കുറച്ച് ആളുകളാണ് നമ്മളെ പുറകെ നടന്ന് നമ്മളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി എനിക്കൊരു നോട്ടീസ് പോലും അയക്കാതെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് തള്ളി. അപ്പം തന്നെ സിംഗിൾ ബെഞ്ച്. അത് കഴിഞ്ഞ് ഡിവിഷൻ ബെഞ്ചിൽ പോയി. ഡിവിഷൻ ബെഞ്ചും ഒരു വിധത്തിലുള്ളൊരു അന്വേഷണം നടത്തേണ്ട ഒരു ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത് തള്ളി. ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും തള്ളിയത് പരാതി കൊടുത്തിട്ട് വിജിലൻസ് അന്വേഷണം ആരംഭിച്ചു. ഞാൻ MLA ആയിരിക്കുമ്പോഴാണ് വിജിലൻസ് അന്വേഷണം ആരംഭിച്ചു. അസംബ്ലിയിൽ പറഞ്ഞു. അസംബ്ലിയിൽ ഞാൻ പറഞ്ഞു അസംബ്ലിയിൽ വിജിലൻസ് അന്വേഷണം നടത്തിക്കൊള്ളാൻ ഞാൻ മുഖ്യമന്ത്രിയോട് ഞാനാ പറഞ്ഞു. വിജിലൻസ് അന്വേഷണം നടത്തി. അപ്പോൾ ഈ പദ്ധതിയുടെ ട്രാൻസ്പെറൻസി എന്താണ്, എത്ര സുതാര്യമായിട്ടാണ് ഈ പദ്ധതി നടത്തിയതെന്ന് തിരിച്ചറിയൊരു മോഡലാണ്. ഇത് നടത്തണമെന്ന് ആവശ്യപ്പെട്ട ഞാനാ. എനിക്കെതിരായിട്ട് ജെയിംസ് മാത്യു ആരോപണം ഉന്നയിച്ചപ്പോൾ ഞാൻ മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങൾ വിജിലൻസ് അന്വേഷണം നടത്തി. അതുപോലെ തന്നെ വിജിലൻസ് അന്വേഷണം നടത്തി ഇതിലൊന്നുമില്ല എന്ന് പറഞ്ഞ് വീണ്ടും അത് തള്ളി ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഒന്നുമില്ല എന്ന് പറയും. നാലാമത്തെ പ്രാവശ്യം വീണ്ടും ഒരാളുടെ നിന്ന് പരാതി മേടിച്ചിട്ട് നാലാമത്തെ പ്രാവശ്യമാണ് വീണ്ടും ഇത് അന്വേഷണം. അപ്പോഴും എനിക്കൊരു വിരോധമില്ല. ഞാൻ എല്ലാ റെക്കോർഡ്സും കൊടുത്തു. ഉദ്യോഗസ്ഥന്മാർ വന്നപ്പോൾ എല്ലാ കാര്യങ്ങളും കൊടുത്തു. എല്ലാ ട്രാൻസാക്ഷൻ്റെ ഡീറ്റെയിൽസും എല്ലാം കൊടുത്തു. രണ്ട് കാര്യമാണ് ഇവർ പറഞ്ഞത്. ഒന്ന്, FCRI അക്കൗണ്ട് വയലേഷൻ ഉണ്ടെന്ന്. FCRI അക്കൗണ്ട് സൂക്ഷിക്കുന്നത് മണപ്പാട് ഫൗണ്ടേഷൻ്റെയാണ്. FCRI അക്കൗണ്ട് നോക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ്റാണ്. അവരെല്ലാ വർഷവും സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്ക്രൂട്ടിനിയാണ്. എല്ലാ വർഷവും അത് നോക്കിയിട്ട് റിന്യൂ ചെയ്യുള്ളൂ. മണപ്പാട് ഫൗണ്ടേഷൻ്റെ ഈ FCRI അക്കൗണ്ട് കൃത്യവും വ്യക്തവുമാണ് എന്ന് പറഞ്ഞ് എല്ലാ വർഷവും സെൻട്രൽ ഗവൺമെൻറ് ഇതുവരെ അത് റിവ്യൂ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു FCRI വയലേഷനും ഇല്ല. പിന്നെ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട്, അഴിമതി നിരോധന നിയമത്തിൻ്റെ പരിധി വരിക. ഇത് തന്നെ രണ്ടും വിജിലൻസ് പറഞ്ഞിട്ടുണ്ട്. അഴിമതി നിരോധന നിയമത്തിൻ്റെ പരിധിയിൽ വരില്ല. കാരണം ഒരു തരത്തിലും പണം ദുരുപയോഗം ചെയ്തിട്ടില്ല. ഒരു അക്കൗണ്ട് പോലും ഇല്ല. ഇതിനൊരു അക്കൗണ്ട് പോലും ഇല്ല. ഇത് നിങ്ങളെല്ലാം ശ്രദ്ധയോടുകൂടി അറിയേണ്ട പദ്ധതിയാണ്. ഞങ്ങൾ ബെനഫിഷ്യറിയെ കണ്ടുപിടിച്ചു. ആർക്കാണിത് കൊടുക്കേണ്ടത്? പലതുണ്ട്. വീടുണ്ട്, തയ്യൽ മെഷീനുണ്ട്, മറ്റേ പല തരത്തിലുള്ള സംഭവമുണ്ട്. എന്നിട്ട് ഞങ്ങളൊരു ഡോണറെ കണ്ടുപിടിക്കും. ആ ഡോണർ ഈ ബെനഫിഷ്യറിക്ക്, ഗുണഭോക്താവിന് നേരിട്ട് ട്രാൻസ്ഫർ ചെയ്യും. അതാണ് പദ്ധതി. ഞങ്ങൾ ഫെസിലിറ്റേറ്ററാണ് പുനർജനി. ഞങ്ങളുടെ കയ്യിലൊരു അക്കൗണ്ട് പോലും ഇല്ല, ഫണ്ട് ഒരാളിൽ നിന്നും പൈസ മേടിച്ചിട്ടില്ല. ഈ FCRI അക്കൗണ്ടിലാണ്ട് 20 ലക്ഷത്തോളം രൂപയായിട്ട് വന്നു. അവർ അതിനേക്കാൾ കൂടുതൽ പൈസ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. മണപ്പാട് ഫൗണ്ടേഷൻ അവിടെ ഈ അക്കൗണ്ടിൽ വന്നതിനേക്കാൾ കൂടുതൽ പൈസ. സത്യത്തിൽ ഞാൻ മണപ്പാട് ഫൗണ്ടേഷൻ കടക്കാരനാണ്. തന്നപ്പോൾ ചെക്ക് കൊടുത്തപ്പോൾ ഞങ്ങൾ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു, ചെക്ക് മാത്രം പോരാ, അക്കൗണ്ടിലേക്ക് ആർക്കാണ് ചെക്ക് കൊടുക്കുന്നത് എന്നുള്ളതിൻ്റെ അയാളുടെ ഐഡൻറ്റിറ്റി കാർഡ് കൂടി വേണമെന്ന് പറഞ്ഞു. കാരണം ഞാൻ പറ്റിച്ചാല കുറേ പൈസ മേടിച്ചിട്ട് വല്ലവരുടെ പേരിൽ ചെക്ക് എഴുതി മേടിച്ചാല ഞാൻ ആരോപണം വന്നാല. അപ്പോൾ ഈ പൈസ കിട്ടിയ ആളുകളുടെ ID കാർഡിൻ്റെ ഫോട്ടോസ്റ്റാറ്റും ഈ ചെക്കിൻ്റെ ഫോട്ടോസ്റ്റാറ്റും എല്ലാം, പിന്നെ FCRI അക്കൗണ്ട് സൂക്ഷിക്കുന്നവർ കാണിക്കേണ്ട വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കേന്ദ്ര ഗവൺമെൻറ് ഇതൊക്കെ പാലിച്ചിട്ടാണ് ഇത്. ഇതെല്ലാം എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ എനിക്കെതിരായിട്ട് എപ്പോഴും എടുത്ത് വീശുന്നത് നിങ്ങൾക്കറിയാമല്ലോ. എനിക്കെതിരെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യും. ഒന്നുമില്ല. 2 പ്രാവശ്യം 2 വിജിലൻസിൻ്റെ ഇത് റിപ്പോർട്ടും പോയി. അഴിമതി നിരോധന നിയമവും ഇത് ബാധകമല്ല, ഇത് FCRI അക്കൗണ്ട് വയലേഷൻ ഇല്ലയെന്നും പറഞ്ഞ് പോയി. എന്നിട്ട് ആദ്യം കൊടുത്ത അതിനൊരു അടിസ്ഥാനമില്ലെന്നാണ് ലീഗൽ ഒപ്പീനിയനും മേടിച്ചിട്ട് ഉന്നത ഉദ്യോഗസ്ഥന്മാർ ആ സാധനം എടുത്ത് കൊടുത്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്നേക്കുന്ന സാധനം നമുക്കറിയാമല്ലോ. ഞാനല്ല ഇന്നലെ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞത്. ഇനിയും ഞാൻ പറയാണ്, ഇനി എന്നിട്ടൊന്നും പോരാ, അന്വേഷിക്കണമെങ്കിൽ അന്വേഷണമേ. ഞാൻ മുഖ്യമന്ത്രിയോട് അന്ന് വിജിലൻസ് അന്വേഷണം നടത്തിക്കോളാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്ത പോലെ എനിക്ക് ഇനി മുഖ്യമന്ത്രിക്കും അല്ലെങ്കിൽ ഗവൺമെൻറ്റിനും ഇനി CPM-നും എന്നെ കൊണ്ട് CBI അന്വേഷിപ്പിച്ച് CBI-കാരെ കൊണ്ട് എന്നെ ചോദ്യം ചെയ്യിപ്പിച്ച് ഇനി CBI എന്നെ അറസ്റ്റ് ചെയ്യിപ്പിക്കണമെന്നാണ് ഇവരുടെ ആഗ്രഹമെങ്കിൽ ചെയ്തോ. ഇങ്ങനെ സംസാരിക്കാൻ നമ്മളെ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് സാധിക്കുമോ? സ്വന്തം മക്കളെ പേരിൽ എന്തെല്ലാം ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. ഇതൊന്നും അന്വേഷിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായിട്ടുണ്ടോ? ഇല്ല. മുഖ്യമന്ത്രി അത് ഒതുക്കി തീർക്കാൻ വേണ്ടിയിട്ട് പല രീതിയിൽ പരിശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. എന്നാൽ മാത്യു കുഴൽനാടനെതിരിലൊക്കെ കേസുകൾ ഉണ്ടാക്കി കൊണ്ടുവന്നാണ്ട് മാത്യു കുഴൽനാടന്റെ പുരയിടം വരെ അളന്ന് തിട്ടപ്പെടുത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഈ ഒരു ഭരണകൂടം.
അപ്പോൾ ഇതുപോലൊരു പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ കൃത്യമായിട്ട് പറയാം, എൻ്റെ കേസാണെന്ന് നിങ്ങൾ അന്വേഷിച്ചോളി ഇത്ര വ്യക്തമായിട്ട് പറയാൻ പറ്റുന്ന ചങ്കൂറ്റുള്ളൊരു നേതാവാണ് ഈ ഒരു പ്രതിപക്ഷ നേതാവ്, VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ്. ബാക്കി നമുക്ക് കേട്ടു നോക്കാം. ഒരു വിരോധമില്ല, ഞാനതിനെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടും. മാർച്ച് 1-ാം തീയതി ഇലക്ഷൻ പ്രഖ്യാപിക്കാതിരിക്കുക ഇലക്ഷൻ കമ്മീഷൻ. എന്നാണ് ഈ സാധനം വന്നത്? ഇന്നലെ ജനുവരി 4-ാം തീയതി. എന്നിട്ട് എങ്ങനെയാണത് അവസാനിച്ചത്? നിങ്ങൾ തന്നെ എങ്ങനെയാണത് അവസാനിപ്പിച്ചത്? എല്ലാ മാധ്യമങ്ങളോടും നന്ദി പറയുന്നു. നിങ്ങളതിൻ്റെ വാസ്തവം പുറത്തു കൊണ്ടുവന്നു. ഞാനല്ല വാസ്തവം പുറത്തു കൊണ്ടുവന്നു, നിങ്ങളാണ്. എല്ലാവരും ഒരുപോലെ വാസ്തവം പുറത്തു കൊണ്ടു. സന്തോഷമുണ്ട്. ഇല്ല, അതൊക്കെ ഫൈൻഡിങ് ഉണ്ട്. അതിനുശേഷം അവർ വിജിലൻസ് അന്വേഷിച്ച് ലീഗൽ ഒപ്പീനിയൻ വാങ്ങിച്ച് ഫൈൻഡിങ് ഉണ്ട്. ഒരു FCRA വയലേഷനും ഇല്ലാന്ന്. FCRA വയലേഷൻ ഉണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് പിടിക്കും. എല്ലാ വർഷവും സ്ക്രൂട്ടിനി നടത്തുന്നതാണ്. ഒരു FCRA വയലേഷനും ഇല്ലയെന്ന് വിജിലൻസിൻ്റെ തന്നെ റിപ്പോർട്ടുണ്ട്. അവർക്കെതിരെ ഇല്ല. അവരാണ് ഞങ്ങളെ സഹായിച്ചത്. അവരും ഹാബിറ്റാറ്റ് ഫോർ ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന ഒരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ. ഇത് നമുക്ക് ചെയ്ത് ശീലമില്ലാത്ത കാര്യമാണ്. റീഹാബിൽ ഞാൻ അവരുടെ അഡ്വൈസ് വാങ്ങിച്ചു. ഭയങ്കര ഹൈലി പ്രൊഫഷണൽ. അവർ 67 രാജ്യത്ത് പ്രവർത്തിക്കുന്ന സംഘടനയാണ്. അപ്പോൾ അവരും മണപ്പാട് ഫൗണ്ടേഷനുമാണ് എനിക്ക് പ്രൊഫഷണൽ ഗൈഡൻസ് വന്ന്. ഞങ്ങൾ കളമശ്ശേരിയിലെ XIME എന്ന് പറയുന്ന മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കുട്ടികളെയും അധ്യാപകരെയും കൊണ്ടാണ്, MBA സ്റ്റുഡൻസിനെ കൊണ്ട് സർവേ നടത്തിച്ചത്. എല്ലാം പ്രൊഫഷണലാണ്. അതാണ് ഞാനന്ന് അസംബ്ലി പറഞ്ഞത്. ഇത് അന്വേഷിച്ചാൽ ഇതൊരു മോഡലായിട്ട് കേരളത്തിൻ്റെ മുമ്പ് വയ്ക്കാൻ പറ്റിയ മോഡലാണ്. എൻ്റെ മാത്രം പങ്കല്ല, ഞാൻ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പറയും വിദേശത്ത് ഇപ്പോൾ ആസാദ് മൂവ്മെൻറ്റ് ഞാൻ അന്നത്തെ സ്പീക്കറൊക്കെ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പോയപ്പോൾ പിന്നെ ബർമിംഗ്ഹാമിൽ അപ്പോൾ സംസാരിക്കാൻ പോയി ഇറങ്ങി വന്നപ്പോൾ 25 വീട് തന്നു. ഗൾഫാർ മുഹമ്മദ് അലി 5 വീട് തന്നു. അങ്ങനെ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട് ഇതിലേക്ക്. അവരെല്ലാം അവിടെ വീട് വന്ന് ഉണ്ടാക്കി കൊടുത്തിട്ട് പോയി വരും. അവർക്ക് അതിനുള്ള സിസ്റ്റം ഉണ്ട്. ഞാൻ ബർമിംഗ്ഹാമിൽ പോയി പൈസ തിരിച്ചത്. ബർമിംഗ്ഹാമിൽ ഈ റെസീലിയൻസ് എന്നാണ് സബ്ജക്റ്റ്. അപ്പോൾ നിങ്ങളുടെ പുനർജനി മോഡൽ പ്രസൻറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ പറഞ്ഞു, പുനർജനി മോഡൽ ഇങ്ങനെ ഡോണറിൻ്റെ നിന്ന് പൈസ മേടിച്ച് നേരിട്ട് ബെനിഫിഷ്യറിക്ക് കൊടുക്കുന്നൊരു മോഡലാണ്. അക്കൗണ്ട് ഇല്ലാത്ത മോഡലാണ്, ഫെസിലിറ്റേറ്ററാണ്. അതിന് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾ ആ ടേബിളിലിരിക്കുന്നവർ ഒരു 500 പൗണ്ട് തന്നാൽ അത് ഞങ്ങൾ ഇത്രയും പേർക്കായിട്ട് തയ്യൽ മെഷീൻ കൊടുക്കണമെങ്കിൽ ആ തയ്യൽ മെഷീൻ്റെ കമ്പനിയിലേക്ക് കൊടുത്തിട്ട് ഞങ്ങളത് ചെയ്യും. മോഡൽ എക്സ്പ്ലെയിൻ ചെയ്താൽ. അപ്പോൾ ഞാൻ 500 പൗണ്ട് ചോദിച്ചതായി. ഞാൻ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ബർമിംഗ്ഹാമിൽ പോയിട്ട് മൈക്കിൽ കൂടി 500 പൗണ്ട് സംഭാവന ചോദിക്കുമോ? അതിൻ്റെ വീഡിയോ എടുത്തിട്ട് പ്രചരിപ്പിക്കുകയാണ്. ഞാൻ ആ മോഡൽ ഇപ്പം നിങ്ങളോട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തില്ലേ, എന്താണ് പുനർജനി മോഡൽ. അക്കൗണ്ട് ഇല്ലാതെ നമ്മൾ ഫെസിലിറ്റേറ്ററായിട്ട് ഡോണറിൻ്റെ കയ്യിൽ നിന്ന് ബെനിഫിഷ്യറിയിലേക്ക്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഉഷ തയ്യൽ മെഷീൻ കമ്പനിയായിട്ട് എഗ്രിമെൻ്റ് ഉണ്ടാക്കി. അപ്പോൾ അവർ പറഞ്ഞു 100 എണ്ണത്തിൻ്റെ പൈസ ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങൾ 110 മെഷീൻ തരാമെന്ന്. അപ്പം ഞാൻ ഒരാളുടെ നിന്ന് 100 മെഷീൻ്റെ പൈസ ഉഷയിൽ അടപ്പിക്കും. ഉഷ വന്ന് അസംബിൾ ചെയ്യും. ഞങ്ങൾ 110 ബെനിഫിഷ്യറിയെ സർവേ കൂടി എടുക്കും. അങ്ങനെ ഞാൻ 2000-ഓളം മെഷീൻ കൊടുത്ത് 1800 കൊടുത്തു. പിന്നെ 1600 പേർക്ക് 5000 രൂപയിൽ 10000 രൂപ വരെ 50,000 രൂപ വരെ ഈ വെള്ളം കയറി നശിച്ചു പോയവർക്ക് കൊടുത്ത്. എൻ്റെ അവിടുത്തെ സ്ഥിതി അറിയായിരുന്നല്ലോ. പശുക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ പോലും ഇല്ല. അപ്പോൾ ഞാൻ 50 ടൺ കാലിത്തീറ്റ കൊടുത്തു. ഞാൻ 48 അംഗൻവാടികൾ വെള്ളം കയറി നശിച്ചുപോയി. അത് മുഴുവൻ എല്ലാം പെയിൻറ്റ് ചെയ്ത് വൃത്തിയേടൊക്കെ മാറ്റി അവിടെ ബുക്കും പേനയും പെൻസിലും കൂടെ കൊടുത്തു. കുട്ടികളുടെ നോട്ട് ബുക്ക് കഷ്ടപ്പെട്ട് ടെക്സ്റ്റ് ബുക്ക് ഗവൺമെൻറ് കൊടുത്തു. 9000 കുട്ടികളുടെ. ഞാൻ ബാംഗ്ലൂരിൽ പോയി അന്നത്തെ റവന്യൂ മന്ത്രി ജോർജ് സാറിനെ കണ്ട് കർണാടകയിലെ ഒരു ബൈൻഡിങ് പ്രസിഡന്റ് ഗവൺമെൻറ്റിൻ്റെ അവിടെ നിന്ന് 1 ലക്ഷം നോട്ട് ബുക്ക് കൊണ്ടുവന്ന് 9000 പേർക്കും 10 നോട്ട് ബുക്ക് വെച്ച് കൊടുത്തു. 22 സ്കൂളിലെ ലാബ് ശരിയാക്കി. അത് വെള്ളം കയറുന്നതിന് മുമ്പ് 25 ലാപ്ടോപ്പ് ഉണ്ടായിരുന്നിടത്ത് 30 ആക്കി കൊടുത്തു. എല്ലാ ലൈബ്രറിയും ശരിയാക്കി കൊടുത്തു. എല്ലാ സ്പോൺസേഴ്സ് കംപ്ലീറ്റ് മുഴുവൻ റീബിൽഡ് ചെയ്ത്. എൻ്റെ അവിടെ മുഴുവൻ നശിച്ചു പോയതാണ്. മനസ്സിലായില്ലേ? അങ്ങനത്തെ ഒരു സംഭവം ചെയ്തതിനാണ് ഈ പറയുന്ന എന്തൊരു പേര് പറയില്ല, വിസ്മയമായി ഇരിക്കട്ടെ. ഇലക്ഷന് മുമ്പ് ഉറപ്പായിട്ട് വന്നിരിക്കും. ഞാൻ വാക്ക് പറഞ്ഞാൽ അറിയാമല്ലോ. ഞാൻ ഇലക്ഷന് മുമ്പ് ഇത്ര സീറ്റ് ജയിക്കും നിങ്ങളോട് പറഞ്ഞു. 4 കോർപ്പറേഷൻ കിട്ടുമെന്ന് പറഞ്ഞില്ലേ? ഇതൊക്കെ പറഞ്ഞല്ലേ?
രണ്ടിൽ നിന്നും രണ്ടിൽ നിന്നും വരും. ഇപ്പം തന്നെ UDF എന്ന് വെച്ചാൽ ബ്രോഡർ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ്. ഈ തെരഞ്ഞെടുപ്പിന് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോഴേക്കും കേരളം കണ്ട ഏറ്റവും വലിയ മുന്നണിയായിരിക്കും UDF. ഈ സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ മുന്നണിയായിരിക്കും. ഇല്ലെങ്കിൽ അന്ന് ചോദിച്ചു എന്നോട്, ഈ വയനാട് ബത്തേരി ക്യാമ്പിൽ വെച്ച് ഇങ്ങനെയൊക്കെ ഒരു വാചകം, വലിയ വാചകം അടിച്ചിട്ട് എന്താ ആരും ഇല്ലല്ലോ എന്ന് ചോദിക്കണം എന്നോട്. അല്ല, അതൊക്കെ ഇപ്പൊ തന്നെ കിട്ടും ഞങ്ങൾ. ഞാനത് അതൊക്കെ നമുക്ക് സംസാരിക്കാം. ഞങ്ങൾ ഉഭയകക്ഷി ചർച്ചകൾ ആരംഭിച്ചല്ലോ. നേരത്തെ ഉഭയകക്ഷി ചർച്ചകൾ ആരംഭിച്ചു, ചെയ്തു. പാർട്ടി നല്ല മിലിറ്റൻ്റ് ആക്കി. ഇവിടുന്ന് പോകില്ലേ ഇവിടുന്ന് എല്ലാവരും കൂടി. അത് മിഷൻ 25 പോയപ്പോൾ പറഞ്ഞില്ല, അതൊക്കെ വളരെ വ്യത്യസ്തമായ രീതിയാണ്. എല്ലാവരും കൂടി ഒരു ടീമായിട്ട്. പിന്നെ ഇങ്ങനെ മറ്റേ എല്ലാവരും മുഖ്യമന്ത്രിയാകാൻ വേണ്ടി ഇടിയാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് വെറുതെ CPM നറേറ്റീവാണ്. അതെല്ലാം അങ്ങനെയൊക്കെ പ്രചരിപ്പിക്കുന്നത്. നിങ്ങളതിലൊന്നും വീഴരുത്. അപ്പൊ എത്ര മനോഹരമായിട്ടാണ് മാധ്യമങ്ങൾക്ക് മുൻപിൽ കാര്യങ്ങൾ വിശദമായിട്ട് VD സതീശന് അവതരിപ്പിക്കുന്നത്. നമ്മളെ മുഖ്യമന്ത്രി ഉണ്ട്, പുസ്തകം വെച്ചിട്ട് വായിക്കുന്നത് പോലെ വായിച്ച് പറയുന്ന ഒരാളാണ്. ഈ മനുഷ്യനൊക്കെ ഉണ്ടല്ലോ പ്രതിപക്ഷ സ്ഥാനത്താണ് ഇപ്പോൾ ഉള്ളത്. മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ കേരളത്തിന് അതൊരു അസറ്റായിരിക്കും. കേരളത്തിൻ്റെ ഒരു മുന്നേറ്റത്തിൻ്റെ ഒരു തുടക്കം ഈ വരുന്ന നിയമസഭാ ഇലക്ഷനിൽ UDF അധികാരത്തിലേക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നീട് അങ്ങോട്ടേക്ക് LDFന് പോലും ഒരു പ്രതിഷേധ സ്വരം ഉണ്ടാക്കാൻ പറ്റാത്ത രീതിയിലുള്ള വികസനങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമാണ് ഈ ഒരു VD സതീശൻ എന്ന ഒരു മുതൽ. ആ VD സതീശനൊക്കെ നിങ്ങൾ കേസിൽ പെടുത്താൻ നോക്കിയാൽ അദ്ദേഹമൊക്കെ വളരെ കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. നിങ്ങൾ പെണ്ണ് കേസ് കൊണ്ട് നോക്കും, ഇതേപോലെ അഴിമതികൾ, ഇതുപോലെയുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ UDFന്റെ നേതാക്കളെ ടാർഗറ്റ് ചെയ്യും. പക്ഷെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, നിങ്ങൾക്ക് നിങ്ങളെന്താണെന്നുള്ളത് അറിയൂല. പക്ഷെ ജനങ്ങൾക്കറിയാം നിങ്ങൾ കള്ളന്മാരും വഞ്ചകരുമാണെന്നുള്ളത്. LDF നേതാക്കൾ ഏതൊക്കെ രീതിയിലാണ് സംസാരിക്കുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ കാണുന്നതല്ലേ. പെൻഷൻ കൊടുത്തിട്ട് പോലും ജനങ്ങൾ വോട്ട് ചെയ്തില്ല എന്ന് പറയേണ്ട ഒരു അവസ്ഥ MM മണിനെ പോലുള്ള ആളുകൾക്ക് വന്നിട്ടില്ലേ? ഇതൊക്കെ MM മണിൻ്റെ തറവാട്ടിൽ LDFന്റെ തറവാട്ടിൽ കൊണ്ടുവരുന്നതല്ല, AKG സെൻറ്ററിൽ നിന്ന് കൊണ്ടുവരുന്നതല്ല. ഇതൊക്കെ ജനങ്ങൾക്ക് കൊടുക്കേണ്ട, നിർബന്ധമായിട്ടും കൊടുക്കേണ്ട കാര്യങ്ങളാണ്. അത് കൊടുത്തത് നിങ്ങൾക്ക് വോട്ട് ചെയ്യാനാണെന്ന് നിങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കരുത്, ആവശ്യപ്പെടരുത്. ജനങ്ങൾക്ക് നിങ്ങളെ ഭരണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് വോട്ട് ചെയ്യും. അപ്പം അതിനു വേണ്ടിയിട്ട് നിങ്ങൾ പ്രവർത്തിക്കണം. ഇനിയുള്ള കുറച്ച് സമയം അതെന്നെങ്കിലും ഒന്ന് നന്നാക്കി ഭരിച്ചിട്ട് കുറച്ചെങ്കിലും സീറ്റ് പിടിക്കാൻ വേണ്ടിയിട്ട് CPM ഒന്ന് ശ്രമിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ 140-ൽ 140 UDF കൊണ്ടുപോകും. അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് പരിശ്രമിച്ചാൽ ഒരു 10-40 സീറ്റിലേക്ക് നിങ്ങൾക്ക് വരാൻ പറ്റും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ നന്ദി.